നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക വഴിത്തിരിവ്. ഡി മണി എന്ന ഡയമണ്ട് മണിയെ ചെന്നൈയിലിട്ട് പൂട്ടി SIT സംഘം. ഇഡിയുടെ കൈകളിൽ അകപ്പെടും മുൻപ് തന്നെ SIT ഇയാളെ തൂക്കിയെടുക്കുകയായിരുന്നു. ഡി മണിയെന്നും ഡയമണ്ട് മണിയെന്നും ദുബായ് മണിയെന്നൊക്കെയാണ് ഇയാൾ അറിയപ്പെടുന്നത്. എന്നാൽ ഇയാളുടെ ശരിക്കുള്ള പേര് ബാലമുരുകൻ എന്നാണ്. ദിണ്ടിഗൽ സ്വദേശിയാണ്. ഇയാളെയും ഇയാളുടെ കൂട്ടാളികളെയുമാണ് SIT സംഘം തൂക്കിയെടുത്തിരിക്കുന്നത്. ഇടനിലക്കാരനായ വിരുദനഗർ സ്വദേശി ശ്രീകൃഷ്ണനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരിൽ നിന്ന് അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘങ്ങളിലേക്കുള്ള വിവരങ്ങൾ കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ് SIT സംഘം. ഏകദേശം ഇതിന് അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. കൃത്യമായ ഒരു പദ്ധതി പ്ലാൻ ഇട്ടായിരുന്നു SIT സംഘം ചെന്നൈയിലേക്ക് പോകുന്നത്. അതായത് ഇഡിയുടെയും CBIയുടെയും കൈകളിലേക്ക് ഡി മണിയും കൂട്ടാളികളും എത്തരുത് എന്നുള്ളതായിരുന്നു SITക്ക് കിട്ടിയ നിർദ്ദേശം. ഈ നിർദ്ദേശം അനുസരിച്ചായിരുന്നു SIT സംഘം നിന്ന നിൽപ്പിൽ ചെന്നൈക്ക് വിട്ടത്. ഇയാളെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. ഇയാളുടെ ഗൂഢകേന്ദ്രങ്ങൾ നിരീക്ഷിച്ച് അന്വേഷണം നടത്തിയതിലൂടെയാണ് കസ്റ്റഡിയിൽ എടുക്കാനും ചോദ്യം ചെയ്യാനും കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് നിർണായക വിവരങ്ങൾ കിട്ടിയെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സൂചനകൾ. ഇന്നും ഡി മണിയെയും സഹായികളെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിഗ്രഹങ്ങൾ മോഷ്ടിച്ച് കടത്തുന്നതിൽ പ്രധാനിയാണ്, സൂത്രധാരനാണ് ഡി മണി എന്നയാൾ. ഇയാൾക്ക് കേരളത്തിലെ പലരുമായും ബന്ധമുണ്ട്. മുൻപ് നമ്മൾ കേട്ടിരുന്നു ഇയാൾ തിരുവനന്തപുരത്ത് എത്തിയെന്നും ചില രാഷ്ട്രീയക്കാരുമായി ചർച്ചകൾ നടത്തി എന്നൊക്കെയുള്ള വിവരങ്ങൾ. അതിന്റെ ഒന്നും കൂടുതൽ സ്ഥിരീകരണം വന്നിട്ടില്ല. എന്നാൽ ഇയാൾക്ക് കേരളത്തിലുള്ള വലിയൊരു സംഘവുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാകുകയാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു വിവരം അത് കേരളത്തെ പോലും ഞെട്ടിപ്പിക്കുന്നതാണ്. ശബരിമലയിൽ മാത്രമല്ല ഇവർ കൊള്ള നടത്താൻ പദ്ധതിയിട്ടിരുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും കൊള്ളയ്ക്ക് പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒരു വിദേശ വ്യവസായിയും SIT സംഘത്തിന് ചില നിർണായക മൊഴികൾ കൊടുക്കുന്നു. ഇഞ്ചക്കലിലെ ഓഫീസിലെത്തി. ഇതിനുശേഷമാണ് ഡി മണി എന്ന പേര് ഈ വ്യവസായിയിൽ നിന്നും SIT സംഘത്തിന് കിട്ടുന്നത്. ഇതോടെയാണ് തിടുക്കപ്പെട്ട് ഡി മണിയെക്കുറിച്ചുള്ള അന്വേഷണത്തിലേക്ക് SIT സംഘം കടക്കുന്നത്. ഇതിന് ബദലായി ഇഡിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മറ്റൊരു വഴിക്കൂടെ ഡി മണിയെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു ദിവസം ഇയാൾ ചെന്നൈ കേന്ദ്രീകരിച്ച് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടിയതോടുകൂടിയാണ് ചെന്നൈയിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. തുടർന്നാണ് ഡി മണിയെ കസ്റ്റഡിയിലെടുക്കുന്നത്. ചെന്നൈയിൽ എത്തുന്നത് വരെ SIT സംഘം വലിയ ഒരു വെപ്രാളത്തിലും വിറളി പിടിച്ചുമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള അന്വേഷണം മുറുകി നിൽക്കുന്ന ഘട്ടത്തിൽ ചെന്നൈ കേന്ദ്രീകരിച്ച് അന്വേഷണം വേണം എന്നുള്ള വിവരങ്ങളൊക്കെ വന്നതോടുകൂടി മാധ്യമ വാർത്തകൾ കേട്ടതനുസരിച്ച് ഈ ഡി മണി രാജ്യം വിട്ടിട്ടുണ്ടാകുമോ എന്നുള്ളൊരു ഭയം അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. എന്നാൽ ചെന്നൈയിൽ എത്തിയതോടുകൂടി ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നു. ഇയാൾ ചെന്നൈയിൽ തന്നെ ഉണ്ട് എന്ന് കണ്ടെത്തിയതോടെയാണ് അന്വേഷണ സംഘത്തിന് ഒരു ആശ്വാസം കിട്ടിയത്. രാജ്യം വിട്ടിരുന്നുവെങ്കിൽ പിന്നീട് ഇതിന്റെ അന്വേഷണം പൂർണ്ണമായും കേന്ദ്ര സംഘങ്ങളിലേക്ക് പോകുമായിരുന്നു. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി വിജയന്റെ ഉത്തരവ് അതേപോലെ പാലിച്ചിരിക്കുകയാണ് SIT സംഘം. ഇഡിയുടെയും CBIയുടെയും വലയിൽ വീഴുന്നതിന് മുൻപ് തന്നെ കൃത്യമായി പ്ലാൻ ഇട്ട് ഡി മണിയെ തൂക്കിയിരിക്കുകയാണ്. ഡി മണിയും സംഘവും കേരളത്തിൽ ലക്ഷ്യമിട്ടത് 1000 കോടിയുടെ കവർച്ചയാണെന്നും ശബരിമല കൂടാതെ പത്മനാഭസ്വാമി ക്ഷേത്രവും ലക്ഷ്യമിട്ടതായും സൂചനകളുണ്ട്. മണിയെ ചോദ്യം ചെയ്യുന്നത് ഇന്നും തുടരുകയാണ്. സ്വർണ്ണക്കൊള്ളയിൽ ഒരു നിർണായക വഴിത്തിരിവുണ്ടാകുന്നത് രമേശ് ചെന്നിത്തലയും ആ വ്യവസായിയും നൽകിയ മൊഴികളാണ്. അവരിൽ നിന്നാണ് ഡി മണിയെക്കുറിച്ച്, അയാളുടെ പേരും കൂടാതെ വിഗ്രഹക്കടത്ത് സംഘത്തെക്കുറിച്ചും SITക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. അതായത് ഈ കേസിൽ ഒരു വലിയ കച്ചിത്തുരും വിട്ടുകൊടുക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. എന്നാൽ രമേശ് ചെന്നിത്തല ഈ ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ പോലും പ്രതിപക്ഷം അത് ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല. VD സതീശനും ഷാഫി പറമ്പിൽ, മാത്യു കുഴൽനാടൻ അല്ലെങ്കിൽ മറ്റ് നേതാക്കൾ, K സുധാകരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഒന്നും തന്നെ ഈ വിഷയം കൃത്യമായി കൈകാര്യം ചെയ്തില്ല. രമേശ് ചെന്നിത്തല മാത്രമായിരുന്നു ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എല്ലാ നീക്കങ്ങളും പ്രതിപക്ഷ നിരയിൽ നിന്ന് നടത്തിയത്. നിർണായക മൊഴി SITക്ക് കൊടുക്കുന്നതും രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലാണ്. അതിൽ നിന്നാണ് ഡി മണിയെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ പുറത്തു വന്നത്. ഇപ്പോൾ ഈ ഡി മണി SIT സംഘത്തിന്റെ വലയിലെന്നറിഞ്ഞതോടുകൂടി ഇപ്പോൾ പ്രതിപക്ഷത്തെ നേതാക്കളെല്ലാം അങ്ങ് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളാണ് സ്വർണ്ണക്കൊള്ളയിലെ കള്ളന്മാരെ പുറത്തു കൊണ്ടുവരാൻ പ്രവർത്തിച്ചത് എന്നൊക്കെയാണ്. ഇതിന്റെ കൃത്യമായി, ഇത് ക്രെഡിറ്റ് കൊടുക്കലൊന്നുമല്ല, എങ്കിൽ തന്നെയും ഈ മൊഴി കൊടുക്കുന്നതിന് വേണ്ടി ശക്തമായി നിന്നത്, മൊഴിയെടുക്കാൻ SIT സംഘം തയ്യാറാകാതിരുന്നപ്പോൾ പോലും ഞാൻ മറ്റ് മാർഗം സ്വീകരിക്കും, ഹൈക്കോടതിയിലേക്ക് പോകും എന്നുള്ള ഒരു തറപ്പിച്ച നിലപാട്
രമേശ് ചെന്നിത്തല എടുത്തതോടുകൂടിയായിരുന്നു തിടുക്കപ്പെട്ട് SIT സംഘം രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കുന്നതൊക്കെ. അതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. എന്തായാലും ആ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണമാണ് ഡി മണിയെ തൂക്കുന്നതിലേക്ക് വരെ എത്തിയത്. സ്വർണം തട്ടിയെടുത്തതിനേക്കാൾ വലിയ വിഗ്രഹക്കടത്ത് ശബരിമലയിൽ നടന്നുവെന്നാണ് മലയാളിയായ വിദേശ വ്യവസായി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. 2019-20 കാലങ്ങളിലായി 4 പഞ്ചലോഹ വിഗ്രഹങ്ങളാണ് രാജ്യാന്തര പുരാവസ്തു കടത്ത് സംഘത്തിന് വിറ്റത്. ഡി മണി എന്ന പേരിൽ അറിയപ്പെടുന്ന ചെന്നൈക്കാരനാണ് വിഗ്രഹങ്ങൾ വാങ്ങിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു ഇടനിലക്കാരൻ. ചെന്നൈ കേന്ദ്രീകരിച്ച് മറ്റൊരു ഇടനിലക്കാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ടായിരുന്നു. അയാളിൽ നിന്നാണ് ഡി മണിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നതും ഇരുവരും കൈ കൊടുക്കുന്നതുമൊക്കെ. ശബരിമലയിലെ വിഗ്രഹങ്ങൾ കൊടുക്കാൻ നേതൃത്വം നൽകിയത് ദേവസ്വം ബോർഡിന്റെ ഭരണ ചുമതലയുള്ള ഉന്നതരാണ് എന്നുള്ള മൊഴിയും കൃത്യമായി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. 2020 ഒക്ടോബർ 26-ന് തിരുവനന്തപുരത്ത് വെച്ചാണ് വിഗ്രഹ കടത്തിനുള്ള പണം കൈമാറിയത്. ഡി മണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരു ഉന്നതനും മാത്രമാണ് പണം കൈമാറ്റത്തിൽ പങ്കെടുത്തത് എന്ന് മൊഴിയിൽ പറയുന്നുണ്ട്. ഡി മണിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ ശബരിമല കൊള്ളയിൽ കളിച്ച ആ പ്രമുഖൻ പുറത്തേക്ക് വരും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായി ചെന്നൈ കേന്ദ്രീകരിച്ച് SIT സംഘം അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. ഇതിനൊടുവിലാണ് ഇയാളെ കണ്ടെത്താനായത്. ഡി മണി എന്നത് ഒരു വിളിപ്പേര് മാത്രമാണ്. ഡയമണ്ട് മണിയെന്നും ദുബായ് മണിയെന്നും ഒക്കെ ഇയാളെ അറിയപ്പെടുന്നുണ്ട്. ദുബായിലാണ് ഇയാളുടെ സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം ഒളിപ്പിച്ചിരിക്കുന്നത്. ഡി മണി ഒരു വിഗ്രഹ വ്യാപാരിയാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണിയും തമ്മിലുള്ള ഇടപാടുകൾക്ക് താൻ സാക്ഷിയാണെന്നും വിദേശ വ്യവസായി SITക്ക് നൽകിയ മൊഴിയായിരുന്നു. എന്നാൽ ഈ ഇടപാടുകൾ ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികളുമായി ബന്ധപ്പെട്ടതാണോ എന്ന കാര്യത്തിൽ ഇനി കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഡി മണിയുടെ പങ്കാളിത്തം തെളിയിക്കപ്പെട്ടാൽ അന്വേഷണം അന്താരാഷ്ട്ര തലത്തിലേക്ക് വ്യാപിപ്പിക്കാനാണ് SITയുടെ തീരുമാനം. അന്വേഷണം മന്ദഗതിയിലാണെന്നും സർക്കാർ ഇടപെടലുകൾ ഉണ്ടെന്നും ആരോപിച്ച് കേസ് അന്വേഷണത്തിന് കോടതിയുടെ മേൽനോട്ടമോ CBI അന്വേഷണമോ വേണമെന്ന് രമേശ് ചെന്നിത്തല നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. കൂടുതൽ തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക് ഡി മണിയെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ശബരിമലയിൽ പഞ്ചലോഹ വിഗ്രഹങ്ങളില്ല എന്നുള്ള ചിലരുടെ വാദം ഇതോടുകൂടി പച്ചക്കള്ളമാണെന്ന് തെളിയുകയാണ്. സന്നിധാനത്തെ 4 വിലപിടിപ്പുള്ള പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്നും ഡി മണി എന്ന അന്താരാഷ്ട്ര വിഗ്രഹ കടത്തുകാരൻ വാങ്ങിയെന്നുമുള്ള മൊഴിയിൽ നടുങ്ങിയിരിക്കുകയാണ് വിശ്വാസി സമൂഹം. ഓരോ മണ്ഡലകാലത്തും ഭക്തർ വഴിപാടായി നൽകുന്ന അമൂല്യമായ വിഗ്രഹങ്ങൾ എവിടെ പോകുന്നു എന്ന ചോദ്യത്തിനു മുന്നിൽ ദേവസ്വം അധികൃതർ വിയർക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ചില CPM നേതാക്കൾ ശബരിമലയിൽ പഞ്ചലോഹ വിഗ്രഹം ഇല്ലെന്ന് പറഞ്ഞിരുന്നു. ഇത് ശരിയല്ല. പഞ്ചലോഹം, വെള്ളി, സ്വർണം എന്നിവയിൽ നിർമ്മിച്ച വിഗ്രഹങ്ങളുമായി മല കയറി സന്നിധാനത്ത് സമർപ്പിക്കുന്ന നിരവധി ഭക്തരുണ്ട്. ഇവ സ്വീകരിച്ച് ബില്ല് നൽകേണ്ടത് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. എന്നാൽ പലപ്പോഴും ഭക്തർ ഭക്തിപൂർവ്വം നൽകുന്ന ഈ വിഗ്രഹങ്ങൾക്ക് കൃത്യമായ ബില്ല് നൽകാറില്ല എന്നും ഇത്തരത്തിൽ രേഖകളിൽ പെടാത്ത അമൂല്യ വിഗ്രഹങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ കടത്തുകയാണ് എന്നും സൂചനയുണ്ട്. പലരും ബില്ല് ചോദിക്കാറുമില്ല. ഇങ്ങനെ കിട്ടുന്നതൊന്നും കണക്കിൽപ്പെടാറുമില്ല. വിലപിടിപ്പുള്ള വിഗ്രഹങ്ങൾ ലേലത്തിൽ വെക്കാറില്ലെന്ന് ദേവസ്വം പറയുമ്പോഴും ഈ വിഗ്രഹ ശേഖരം എങ്ങോട്ട് പോകുന്നു എന്നതിൽ ദുരൂഹത ഏറെയാണ്. ഈ വിഗ്രഹങ്ങളാണോ ഡയമണ്ട് മണി എന്ന ഡി മണി ലക്ഷ്യമിട്ടത് എന്ന സംശയം ശക്തമാകുന്നു. കോവിഡ് കാലത്ത് ശബരിമലയിൽ ആക്രി വിൽപ്പന നടത്തിയിരുന്നു. ഇതിന്റെ മറവിൽ പലതും ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ള കേസിൽ 1998-ലെ UB ഗ്രൂപ്പ് ചെയർമാൻ വിജയ് മല്യയുടെ സ്വർണം പൊതിയൽ രേഖകൾ കണ്ടെത്തിയതോടെ പ്രതികൾ വെട്ടിലായിരിക്കുകയാണ്. 31 കിലോയിലധികം സ്വർണം ഉപയോഗിച്ച് ശ്രീകോവിൽ പൊതിഞ്ഞതിന്റെ കൃത്യമായ രേഖകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. കോടതിയുടെ കൈകളിലും ഈ രേഖയുണ്ട്. സ്വർണ്ണപ്പാളികൾ കൈമാറിയപ്പോൾ അത് ചെമ്പാണെന്ന് രേഖകളിൽ തിരുത്താൻ നിർദ്ദേശം നൽകിയത് അന്നത്തെ ഉന്നത ഉദ്യോഗസ്ഥരാണെന്ന് തെളിവുകൾ സഹിതമാണ് ഹൈക്കോടതിക്ക് മുൻപിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരു വാസുവിലും പത്മകുമാറിലും അവസാനിക്കുന്നതല്ല ശബരിമല സ്വർണ്ണക്കൊള്ള. ഇതിൽ ഉന്നതർക്ക് പങ്കുണ്ടെന്ന് എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. അതിന്റെ തെളിവാണ് ഡി മണി അറസ്റ്റിലായതോടുകൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി ഭയന്ന് പാർട്ടി നേതാക്കളെയും ഉന്നത ഉദ്യോഗസ്ഥരെയും രക്ഷിക്കാൻ ജാമ്യത്തിനായുള്ള തത്രപ്പാടിലാണ് ഒരു വിഭാഗം. എന്നാൽ ഭക്തർ സമർപ്പിച്ച വിഗ്രഹങ്ങൾ പോലും വിദേശ വിപണിയിലെത്തിക്കുന്ന ഈ മാഫിയയുടെ വേരുകൾ ഇതിനിടെ രക്ഷപ്പെടുമോ എന്നതാണ് ഉയരുന്ന ഒരു ചോദ്യം. എന്നാൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായതുകൊണ്ട് ഒരു കള്ളന്മാരും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതാണ് വിശ്വാസികളുടെ വിശ്വാസം. കാരണം ഈ കൊള്ള പൊളിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് സാക്ഷാൽ അയ്യപ്പൻ തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.